നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേട്ടു. കേരളത്തിലെ വയോജനങ്ങൾക്കായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും അവിടെ ജപ്പാൻ മോഡൽ വയോജന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സതീശൻ പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് പ്രായമാകുന്നവരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കും എന്നാണ് കരുതപ്പെടുന്നത്. എന്താണ് ഈ ജപ്പാൻ മോഡൽ? ജപ്പാനിലെ ലോങ് ടേം കെയർ ഇൻഷുറൻസ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് കേരളത്തിൽ എങ്ങനെ ഒരു വലിയ തൊഴിൽ മേഖലയായി മാറ്റാൻ കഴിയും? പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇതാണ്. വീഡിയോ മുഴുവനായും കാണുക. എന്താണ് ജപ്പാൻ മോഡൽ? എന്താണ് LTCI? ജപ്പാനിലെ വയോജന സംരക്ഷണത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് 2000 അവർ ആരംഭിച്ച ലോങ് ടേം കെയർ ഇൻഷുറൻസ് അഥവാ LTCI ആണ്. ജപ്പാനിലെ ഓരോ പൗരനും 40 വയസ്സ് തികയുമ്പോൾ മുതൽ ഇതിലേക്ക് ഒരു തുക അടച്ചു തുടങ്ങണം. 65 വയസ്സ് കഴിയുമ്പോൾ സർക്കാരിൽ നിന്നും പരിചരണം ലഭിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇൻഷുറൻസ് ഉള്ളതിനാൽ വയോജനങ്ങൾ ആകെ ചെലവിൻ്റെ 10% മുതൽ 30% വരെ മാത്രമേ നൽകേണ്ടതുള്ളൂ. ബാക്കി തുക സർക്കാർ വഹിക്കും. ജപ്പാനിലെ കെയർ ഹോമുകളെ പ്രധാനമായും 2 വിഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തത് സർക്കാർ സബ്സിഡിയുള്ള പൊതു കെയർ ഹോമുകൾ, തോക്കുയോ. ഗുരുതരമായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് നഴ്സിംഗ് ഹോമുകൾ ആണ് ഇവ. ചെലവ് വളരെ കുറവായതിനാൽ ഇവിടെ പ്രവേശനം കിട്ടാൻ വലിയ കാത്തിരിപ്പാണ്. മാസം ഏകദേശം 28,000 മുതൽ 85,000 രൂപ വരെ ഇവിടെ കൊടുക്കേണ്ടി വരും. റോക്കൻ, ശസ്ത്രക്രിയയ്ക്കോ രോഗത്തിനോ ശേഷം 3 മുതൽ 6 മാസം വരെ താമസിച്ച് പുനരധിവാസം തേടുവാനുള്ള കേന്ദ്രങ്ങളാണ് ഈ റോക്കൻ. അതുപോലെ കെയ്റോ ഹോമു, സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്കും കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലാത്തവർക്കും വേണ്ടിയുള്ള കുറഞ്ഞ ചെലവിലുള്ള താമസ സ്ഥലങ്ങളാണ് ഈ കെയ്റോ ഹോമുകൾ. രണ്ടാമത്തേത് സ്വന്തം ചെലവിലുള്ള സ്വകാര്യ കെയർ ഹോമുകളാണ്. യൂരിയോ റോജിൻ ഹോമു, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ഹൈ എൻഡ് പ്രൈവറ്റ് ഹോമുകളാണ് ഇത്. മാസം 85,000 മുതൽ 1,70,000 രൂപ വരെ ഇവിടെ ചെലവ് വരും. ഇവിടെ വലിയൊരു തുക അഡ്വാൻസും നൽകണം. മറ്റൊന്ന് സാക്കുജു ആണ്. പ്രായമായവർക്ക് സ്വതന്ത്രമായി താമസിക്കാൻ പറ്റിയ അടിസ്ഥാന സഹായങ്ങൾ ലഭിക്കുന്ന വാടക അപ്പാർട്ട്മെൻറ്റുകൾ ആണ് ഇത്. മറ്റൊന്ന് ഗ്രൂപ്പ് ഹോമാണ്. ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവ് ഒക്കെ ഉള്ളവർക്ക് 5 മുതൽ 9 വരെ ആളുകൾ ഒരു കുടുംബം പോലെ ഒരുമിച്ച് താമസിക്കുന്ന ചെറിയ വീടുകളാണ് ഇത്. ഈ പദ്ധതി കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാം? കെയർ ഗീവർമാരുടെ തൊഴിൽ സാധ്യതകൾ എങ്ങനെയാണ്? കേരളത്തിൽ ഇത് നടപ്പാക്കാൻ ഏറ്റവും വലിയ സാധ്യത ഉള്ളത് കെയർ ഗീവർ മേഖലയിലാണ്. ജപ്പാനിലെ പോലെ വീടുകളിൽ ചെന്നുള്ള പരിചരണത്തിനായി പരിശീലനം ലഭിച്ച കെയർ ഗീവർമാരുടെ ഒരു വലിയ ശൃംഖല തന്നെ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയും. ഇതൊരു പുതിയ തൊഴിൽ മേഖലയായി എങ്ങനെ മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ്. നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, ഇതൊക്കെ വഴി +2 കഴിഞ്ഞവർക്കും യുവാക്കൾക്കും ജെറിയാട്രിക് കെയറിൽ അഥവാ വയോജന പരിചരണത്തിൽ പ്രത്യേക ഡിപ്ലോമ കോഴ്സുകൾ തന്നെ നൽകാം. മറ്റൊന്ന് കുടുംബശ്രീ വഴിയുള്ള പരിശീലനമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകി അവരെ കെയർ ഗീവർമാരായിട്ട് നമുക്ക് നിയമിക്കാം. ഇതവർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കും. ഇതൊരു പുതിയ ഇൻഡസ്ട്രിയാണ്. സ്വകാര്യ ഏജൻസികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാം. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ആപ്പ് വഴി നമുക്ക് ആവശ്യമുള്ളപ്പോൾ സർട്ടിഫൈഡ് ആയ ഒരു കെയർ ഗിവറുടെ സേവനം ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സംവിധാനം വരും. ഇത് 10,000 തൊഴിൽ അവസരങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിക്കുക. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് പണം എങ്ങനെ കണ്ടെത്തും? സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്താതെ ഇതെങ്ങനെ നടപ്പാക്കാം? കേരള മോഡൽ ലോങ് ടേം കെയർ ഇൻഷുറൻസ് ഉണ്ടാക്കുക. ജപ്പാൻ മാതൃകയിൽ കേരളത്തിലും ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുക. ജോലി ചെയ്യുന്ന കാലത്ത് ചെറിയ ഒരു തുക ഇതിലേക്ക് അടച്ചാൽ വാർദ്ധക്യത്തിൽ മികച്ച പരിചരണം ഉറപ്പാക്കാം. മറ്റൊന്ന് CSR ഫണ്ടുകളെ ആശ്രയിക്കുന്നതാണ്. കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധതാ ഫണ്ടുകൾ ഉപയോഗിച്ച് പഞ്ചായത്തുകളിൽ കെയർ സെൻ്ററുകൾ നിർമ്മിക്കാം. മറ്റൊന്ന് പ്രവാസി നിക്ഷേപമാണ്. വിദേശത്തുള്ള മലയാളികൾക്ക് നാട്ടിലെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിനായി പണം അടയ്ക്കാവുന്ന പ്രത്യേക പ്രീമിയം പദ്ധതികൾ സർക്കാരിന് ആവിഷ്കരിക്കാം. ഇതിലേക്ക് നമുക്ക് പുതിയ ഒരു ആശയം, ടൈം ബാങ്കിങ് എന്നൊരാശയം കൊണ്ടുവരാം.
യുവാക്കൾ ഒഴിവ് സമയങ്ങളിൽ വയോജനങ്ങളെ പരിചരിച്ചാൽ ആ സമയം ഒരു അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഭാവിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ ഇതേ സേവനം തിരികെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണ് ഇത്. ചുരുക്കത്തിൽ വെറും ഒരു ക്ഷേമ പദ്ധതി എന്നതിലുപരി കേരളത്തിൽ വലിയ ഒരു തൊഴിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ജപ്പാൻ മോഡൽ വയോജന നയത്തിന് സാധിക്കും. കൃത്യമായ ആസൂത്രണമുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ 100% പ്രായോഗികമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു കെയർ ഗീവർ ജോലി കേരളത്തിൽ ഒരു മികച്ച പ്രൊഫഷനായി മാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.